ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ചയല്ലേ സ്കൂളും മദ്രസൊന്നും ഇല്ലാതെ. അതിന് ഇന്ന് സ്കൂളും മദ്രസെല്ലാം സ്റ്റാർട്ടായി. അങ്ങനെ രണ്ടാളെ റെഡിയായിട്ട് സ്കൂളിലേക്ക് പോന്നിട്ടാ. മദ്രസയിലേക്ക് രാവിലെ തന്നെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കുറച്ച് ഇന്ന് വെയിലുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മദ്രസയിൽ പോകുന്ന സമയത്ത് കുറച്ച് മഴ ഉണ്ടായിട്ടു. പിന്നെ നല്ല വെയിലുണ്ടായിന്. വാൻ വന്നിട്ട് ഹോൺ അടിച്ചിട്ടാണ് ഇവൾക്ക് പുറത്തിറങ്ങിയിട്ട് പോകണമെങ്കിൽ. അങ്ങനെ ഒരു രണ്ടാളും പോയിന്നിട്ട് രാവിലെ തന്നെ പോയതിന് ശേഷം നല്ല വെയിൽ കണ്ടുകൊണ്ട് കുറേ എന്തെല്ലാം പണിയെടുക്കാമെന്നിട്ട് വിചാരിച്ചിട്ടാ. എത്ര പണി എന്തെല്ലാം എടുക്കുന്നറിയില്ല, കൈനത്ര എടുത്ത് നോക്കാണ്ടില്ല വിചാരിച്ചു. അപ്പുറം തോടെങ്കും ഇപ്പുറം നല്ല വെയിലവേ. തോട്ടിലത്തെ വെള്ളം അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മളെ മുറ്റത്തുള്ള വെയിൽ കണ്ടില്ല, അടിപൊളി വെയിലവേ. ആരും പറഞ്ഞെങ്കിൽ വിശ്വസിക്കില്ല, അത്ര നല്ല വെയിലായിട്ട് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ ശേഷം മഴയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മുറ്റൊക്കെ ഉണങ്ങിയിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. റോട്ടിൽ മാത്രമേ ചളിയുണ്ടായി. അങ്ങനെ റോട്ടിൽ പോയതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പോയി നല്ലൊരു സ്ട്രോങ് ചായ ആക്കിയിട്ട് കുടിക്കാറുണ്ട്. ചായ വെച്ചിന് കേട്ടോ. വെറും ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ചായ കുടിച്ചിട്ടുണ്ടായിട്ട്. അങ്ങനെ വെറും ചായ കുടിച്ചിട്ട് ഉമ്മ പറഞ്ഞ് കുറച്ച് ഓലുണ്ട്, അതിന് നമുക്ക് തിരക്കാന്ന്. അങ്ങനെ ഞാനും മാറ്റിയിട്ടുണ്ട് കുറേ സമയം തിരക്കിയേട്ടാ. പിന്നെ ഓല ഉണ്ടാവാൻ മനസ്സൊന്നുമില്ല. നമ്മുടെ അടുത്ത് മാച്ചി, ഇങ്ങനത്തെ മാച്ചി ഇല്ല കേട്ടാ. പണ്ട് കുടിയാകുന്ന സമയത്ത് ഒരു മാച്ചി ഉണ്ടായത് തന്നെ. പിന്നെ ഞാൻ ഇങ്ങനത്തെ മാച്ചിൽ അടിക്കലുമില്ല. എന്താ വെച്ചെങ്കിൽ ബ്രഷ് മാച്ചിലടിക്കാൻ കേട്ടോ എനിക്ക് സുഖം. പിന്നെ ഉമ്മ പറഞ്ഞു പൊരക്കൊരു മാച്ചി നിർബന്ധം എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ഒരു ആസല്ലേ എന്നിട്ട് പിന്നെ മാച്ചി ഉണ്ടാക്കാന്ന് വെച്ചാൽ. നല്ല മഴ വന്നിട്ടാ. വെയിലുണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു അരമണിക്കൂർ മാത്രം ഇട്ടാ വെയിലുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ വന്നിട്ട് നല്ല രസമായിരുന്നു. മഴയ്ക്ക് ഇതുപോലെ മാച്ചി തീരാൻ വേണ്ടി മഴ നോക്കിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു പണിയെടുക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നവ. അല്ലാങ്കും ഞമ്മളുടെ മഴയത്തൊരു സുഖം വേറെ തന്നെ കേട്ടോ. ഏടൊന്നും കിട്ടല ഈ മഴയത്ത്. ഇതുപോലത്തെ ഒരു വൈബുള്ള സ്ഥലം ഏടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിവസം എന്ന് വെച്ചെങ്കിൽ മഴയുള്ള ദിവസം കേട്ടോ. മഴയുള്ള ദിവസം ഇവിടെ ഒരു പ്രത്യേക തരം വൈബ് തന്നെ കേട്ടോ. മഴ നോക്കാനുള്ള സുഖം ഒന്ന് വേറെ തന്നെ കേട്ടോ. പിന്നെ മഴ കുറേ സമയം കഴിയുമ്പോൾ മഴ മേക്കന്നെ തച്ച് കയറാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ശരിയാവില്ല എന്ന് വെച്ചാൽ സ്റ്റൂല് കൊടുത്തിട്ട് ഇപ്പറേ നിന്നിട്ടാ. ഫസ്റ്റായിട്ട് ചെറിയൊരു തിട്ട പോലെ ഉണ്ടായിരുന്നു. ആടെ നിന്നിട്ട് ആടെ ഞാൻ മാച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റൂളും കൊടുത്തിട്ട് അതിന് നിർത്തിട്ട് എങ്ങനെയെങ്കിലും വേമ്പേ തീർക്കാന്ന് വെച്ചിട്ട് നിൽക്കുന്നത്. നിങ്ങാരെങ്കിൽ ഇതുപോലത്തെ മാച്ചി ആക്കുന്നതിനൊക്കെ ഒന്ന് കമൻറ്റ് കേട്ടോ. ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ, മുന്നേക്ക് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ കൂടുതലായിട്ട് ഞങ്ങളുടെ തെങ്ങും തേങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ മാച്ചൊന്നും ഉണ്ടാക്കൽ പണിയില്ല കേട്ടോ. പൊരുക്ക് ഭയങ്കര എപ്പം ഉണ്ടാക്കും കേട്ടോ, അല്ലാതെ മാച്ചൊന്നും ഉണ്ടാക്കില്ല. പിന്നെ പുരയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഓലയും മാച്ചിയൊക്കെ. പക്ഷേ പുരേന്ന് മാച്ചിയും പൂച്ചേനും കൊടുന്നുകൂടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാച്ചി മാത്രം പുരേന്ന് കൊണ്ടുവന്നിട്ട്. മാച്ചി ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ രസമൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാവരും ഒന്നിച്ചുണ്ടാക്കുമ്പോൾ മാച്ചി ഉണ്ടാക്കാൻ രസം കേട്ടോ. കയ്യിലൊരു വിരലിലേക്ക് ഒരു തുണിയും കെട്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ ഏകദേശം മാച്ചി ഉണ്ടാക്കിയിട്ടില്ല, കഴിഞ്ഞിട്ടുണ്ടായിന്. ഉമ്മാക്കും ഏകദേശം പകുതിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ടും ഇങ്ങനെ മാച്ചി ആയിക്കൊണ്ടായിന്. മഴ നോക്കിക്കൊണ്ട് ഇതുപോലെ മാച്ചി ഉണ്ടാക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും മാച്ചി ഉണ്ടാക്കുന്നത് ഇതുപോലെ പുറത്തിരുന്ന് മഴയത്ത് ഉണ്ടാക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നമ്മൾ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നല്ല മഴ വരുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടു അത് ഫുള്ളായിട്ട് കഴിയും ചെയ്യട്ടെ. എത്ര നല്ല മഴയുണ്ടെങ്കിലും കുറച്ച് സമയം മാത്രമേ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കുള്ളൂ. പിന്നെ അത് അങ്ങനെ ഒളിച്ച് പോകും. പിന്നെ ഉമ്മ പറഞ്ഞാൽ നീ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ മാച്ചി കെട്ടിയിട്ട് പോകുന്നിട്ട് ഉമ്മ മാച്ചി എടുത്ത് കെട്ടാൻ കഴിഞ്ഞിട്ടാ. നല്ല ഒരു മാച്ചി കഴിഞ്ഞിട്ട് കുറച്ച് ഓല ഇട്ടായിരുന്നു. അപ്പുറത്തുനിന്ന് ആൻറ്റി തന്ന ഓലയാണ്. അപ്പോൾ കുറച്ച് ഓല എടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു മാച്ചി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇത് 100 രൂപ കൊടുക്കണമെന്ന് തോന്നുന്നു ഷോപ്പിലൊക്കെ. നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതെന്ന് പറയട്ടെ. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ മാച്ചൊന്നുമില്ല, ഞാൻ ഇങ്ങനത്തെ മാച്ച് വാങ്ങലില്ല കേട്ടോ. ഞാൻ അടിക്കൽ തന്നെ ബ്രഷ് മാച്ച്. അങ്ങനെ പുറത്തുനിന്ന് വരാൻ മനസ്സിലായി കേട്ടോ. മഴ നോക്കിക്കൊണ്ട് ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം കാർപോർച്ചിൽ നിന്നായിട്ട് മാച്ചിയാക്കിയിട്ടുണ്ടായിരുന്നു. കാർപോർച്ചിൽ നല്ല പാങ്ങൽ അടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഉള്ളിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാ. ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിട്ട് രാവിലെ വെറും ചായ മാത്രം കുടിച്ചിട്ടുള്ള പണിയായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് നേരെ വന്നിട്ട് ചെറിയൊരു കുഞ്ഞി കൽത്തപ്പും കൂട്ടി പിന്നെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ വറവും കൂട്ടിയിട്ട് നല്ല പാങ്ങൽ തോന്നുന്നു കേട്ടോ. ചെമ്മീന തേങ്ങക്ക ഓഫറൊന്നും അറിയില്ല. ചെമ്മീനും കാട്ടിയാറ് കറിയിലുണ്ടായിരുന്നത് തേങ്ങ തന്നെയാണ്. മഴ നല്ലോണം ഉണ്ടാവാൻ മീനൊന്നും കിട്ടല്ലേ. ഇത് കുറേ ദിവസം മുന്നേത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായ ചെമ്മീനായിട്ട് ബറവാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആർക്കും മഴത്തോണ്ട് ചെമ്മീൻ ഞാൻ നല്ല നമ്മുടെ തന്നെ വായൽ പിടിച്ച കൂമ്പയാണ് കേട്ടോ. അങ്ങനെ വായ കൊത്തിയിട്ടാകുമ്പോൾ കൊല കൊത്തിയിട്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ കൂമ്പേനെ ഉമ്മറിന് കറിയൊക്കെ വയറ്റിലത്തെ മുടിയെല്ലാം പോന്നിട്ട് ഉമ്മ മുറിക്കുന്ന കേട്ടോ. ഈ കൂമ്പ് കറിയൊക്കെയാണെന്ന് എനിക്കങ്ങനെ അറിയിട്ടെ, ഞാൻ കറിയൊക്കെ ഇല്ല കേട്ടോ. ഉമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലത്തെ തരം കറിയല്ലേ വെക്കൽ. ഉമ്മ കറി വെക്കുമ്പോൾ കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ, വൈറ്റ് ഡ്രസ്സൊക്കെ. അങ്ങനെ നല്ല വെയിൽ നട്ടു. മഴ പോയതിന് ശേഷം നല്ല വെയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കയ്യിൽ അലക്കാനുള്ള, കയ്യിൽ കുറച്ച് അലക്കി മെഷീനിൽ അലക്കാനുള്ള, മെഷീനിലെല്ലാം അലക്കിയിട്ട് ഞാൻ പുറത്ത് ആറിയിട്ടാണ്. ഈ വെയിൽ കാണുമ്പോൾ പിന്നെ മനസ്സ് വന്നില്ല. ഞാൻ കുറേ കാലമായിട്ടോ പുറത്ത് ആറിയിടാതെ, എന്തോ കാലക്കെട്ടിന് പുറത്ത് ആർത്തിട്ട്. അങ്ങനെ തുണിയെല്ലാം ആറിയിട്ടതിന് ശേഷം പിന്നെ അടുത്തെൻ്റെ ഊഴം തോർത്തുന്ന പടിയിലായിട്ടാ. അങ്ങനെ തോർത്തുന്ന മോപ്പും കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് പോകാമെന്ന് വെച്ച്. കാരണം ഇന്നലെ തോർത്തിയിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇന്നൊന്നും തോർത്തില്ല, അങ്ങനെ രസമില്ലാലോ എന്ന് വെച്ച് നല്ല പാലത്തോ അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ തോർത്താൻ വേണ്ടിയിട്ട് മോപ്പും കൊണ്ട് പോയി കുറച്ച് സർഫൂട്ട് നല്ല പാല മുക്കി കൊലക്കി കുറച്ച് ഫിനോയിലിട്ട് നല്ല പാല തോർത്തിട്ടെടുത്ത് തോർത്താൻ വേണ്ടിയിട്ട് പോയിട്ട് ഉള്ളിലേക്ക് ഒരു ബലി വലിച്ചിട്ട് അവൻ ഇട്ട് കെട്ടാൻ കഴിഞ്ഞിട്ടാ. പിന്നെ ഞാൻ എന്ത് നോക്കില്ല, ബടിയും ചാടിയിട്ട് ഒറ്റ പാശൽ പുറത്തേക്കാൻ കേട്ടാ. മഴ നല്ല പാല പിടിച്ചു. പുറത്താറിയിടുമ്പോൾ തന്നെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പുറത്തറിയണ്ട മുകളിൽ തന്നെ അറിയിടും മഴ പിടിക്കുന്നു. പക്ഷേ വെയിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിരിക്കും കുറച്ചും കാരിട്ട് നാളത്തേക്ക് മദ്രസയിലേക്കുള്ള യൂണിഫോം ആയതുകൊണ്ട് ഞാൻ ആ പുറത്താറിയിട്ടാണ്.
പക്ഷേ ഇട്ടിട്ട് 5 മിനിറ്റ് ആകുന്നിട്ട് പിന്നെ മഴ തുടങ്ങിയ ശേഷം ഒരിക്കലും ഞാൻ പുറത്താർത്തിടാത്ത ആൾ ഇന്ന് വെയിൽ കണ്ടതുകൊണ്ട് ആർത്തിട്ട് കേട്ടോ. വെറുതെ ആർത്തിട്ട് ഞാൻ ഷൈന എടുത്തിട്ട് ഞാൻ നേരെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തുണി എടുത്തിട്ട് ഒരേ ഒരു മിനിറ്റ് തന്നെ മഴയും പെയ്തിട്ട് സമാധാനമായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേജാറായി പോയിട്ട് ഞാൻ തുണി എടുത്തിട്ട് പിന്നെയും കൂടി വെയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ തോർത്തിയെല്ലാം അതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പും പിന്നെ ഗ്യാസ് സ്റ്റൗവൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് അല്ലെങ്കിൽ രാവിലെ തുടക്കാനാട്ടെ. ഇന്ന് രാവിലെ തന്നെ മാച്ചി ഈരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതുകൊണ്ട് ഈ പണിയൊന്നും നടന്നിട്ട് അങ്ങനെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ. കിച്ചണിൽ ഡെയിലി ഇതുപോലെ ഗ്യാസ് സ്റ്റോവും കൗണ്ടർ ടോപ്പ് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടാകുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ ഇതുപോലെ ഡെയിലി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ കിച്ചണും കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഉമ്മ പറഞ്ഞു കുറേ സമയം ലേറ്റായി നമുക്ക് ഫുഡ് കഴിക്കാൻ എന്നിട്ട് ഞാനും ഉമ്മാവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട്. അപ്പോൾ ഇന്നത്തെ കറിയായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു വെള്ളരിക്കറിയും കൂമ്പക്കറി കേട്ടോ. അതും കൂടി ചോറ് കഴിക്കാറിൽ ചോറ് കൊള്ളിയിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കൂമ്പക്കറി ഉമ്മ വെച്ചുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെള്ളരിക്ക ചാറും കൂമ്പക്കറി കേട്ടോ. അപ്പോൾ ചോറ് കൊള്ളിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ച ചോറ് വേണ്ട അപ്പം തിന്നാ വെച്ചിട്ട് അപ്പം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ദോശയും ചെമ്മീനും കൂട്ടിയിട്ട് രാത്രി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.